Meet the editors. വെൽക്കം ബാക്ക് ടു മീറ്റ് ദി എഡിറ്റേഴ്സ്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. 5 കോടി 10 ലക്ഷം രൂപയാണ് അക്കൗണ്ടിലുള്ളത്. അതേസമയം ഒന്നും ഒളിപ്പിക്കാനില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി 98 തുടങ്ങിയ അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപയാണുള്ളത്. ഈ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ വിഭാഗം ഇന്നലെ തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഇതിൽ 1 കോടി രൂപ ഏപ്രിൽ 2-ന് പിൻവലിച്ചിട്ടുണ്ട്. പിൻവലിച്ച തുക ചെലവഴിക്കരുത് എന്ന നിർദ്ദേശം ആദായ നികുതി വകുപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഒന്നും ഒളിപ്പിക്കാനില്ല എന്നും നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകളെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചു. മറച്ചുവെക്കുന്നില്ല, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടും സംഭവങ്ങളൊക്കെ ഉള്ളതല്ലേ. നമുക്കിതിലൊന്നും ഒളിക്കാനില്ല. എത്രയോ പ്രാവശ്യം പറഞ്ഞു എന്താ ഒളിക്കാനുള്ളത്, ഒന്നും ഒളിക്കാനില്ല. ഇന്നലെ EDക്ക് മുന്നിൽ ഹാജരായ MM വർഗീസിനെ ആദായ നികുതി വകുപ്പും ചോദ്യം ചെയ്തിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ അക്കൗണ്ട് ഉള്ള കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് PK ബിജു, MM വർഗീസ് തുടങ്ങിയ നേതാക്കളെ ED ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കുരുക്കുമുറുക്കി ആദായ നികുതി വകുപ്പ് കൂടി രംഗത്ത് വന്നത്. റിപ്പോർട്ടർ, കൊച്ചി, തൃശൂർ. പ്രതിപക്ഷത്തെ പൂട്ടാനാണോ ഈ നീക്കം? അതാണ് ചോദ്യം. ഡോക്ടർ അരുൺ. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ പൂട്ടുക മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ശവഘോഷയാത്രയായി മാറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മത്സരത്തിൽ താൻ മാത്രം മതി എന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ഭരണകക്ഷി ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ്. സമാനമായ നിയമങ്ങളാണെങ്കിൽ ഇപ്പോൾ BJPയുടെ അക്കൗണ്ടിൽ നിന്ന് 4100 കോടി രൂപ പിടിക്കണം എന്നതാണ് അജയ് മാക്കൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 1997-98 എനിക്കൊന്ന് 2017-18 കാലഘട്ടത്തിൽ 1297 ഡോണർമാരുടെ വിവരം മറച്ചുവെച്ചിട്ടുണ്ട് BJP. ആ വിവരം IT-യുടെ വകുപ്പിൽപ്പെടില്ല. 92 ഡോണർമാരുടെ പേര് എന്നിട്ടും അത് IT-ക്ക് അത് ബാധകമല്ല. യെദ്യൂരപ്പയുടെ ഡയറി, ഹവാലയുടെ ഡയറി, ബംഗാരു ലക്ഷ്മണന്റെ ഡയറി, ഇതൊന്നും IT വകുപ്പ് കാണില്ല. എന്നിട്ട് കരുവന്നൂരിലേക്ക് വരികയും കരുവന്നൂരിലെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ED കോൺഫിസ്കേറ്റ് ചെയ്തേണ്ടിയിരിക്കുന്ന ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ അവിടെ നിർത്തി മറുഭാഗത്ത് IT വകുപ്പ് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കേണ്ടി വരുന്ന തുക അത് ഉപയോഗിക്കരുത് എന്ന തിട്ടൂരം കൂടി കൊടുത്ത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഏതൊരു ജനാധിപത്യത്തിലും ഏതൊരു കളിക്കും ആവശ്യമാണ്. ഇവിടെ തങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ചങ്ങലക്കിട്ട് പൂട്ടുന്നു. തങ്ങളുടേതായിട്ടുള്ള വീഴ്ചകളെല്ലാം സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു. അങ്ങനെ എന്തു സന്ദേശമാണ് ഈ IT-യും ഈ റെയ്ഡും ചെയ്യുന്നതെന്ന് എനിക്ക് ബോധ്യമാവുന്നില്ല. കരുവന്നൂരിലെ കള്ളപ്പണവും ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഈ 6 കോടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ വിയർത്തുന്നത് നമ്മൾ കണ്ടതല്ലേ. 1 വർഷമായി തുടരുന്ന അന്വേഷണമാണ്. അതിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിൽ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ച മൊയ്തീനോ, MK കണ്ണനോ, ഏതെങ്കിലും തരത്തിൽ PK ബിജുവോ മറ്റേതെങ്കിലും മുതിർന്ന CPM നേതാക്കളോ ഉൾപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു അനുബന്ധ കുറ്റപത്രത്തിനുള്ള സാധ്യത അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. 1 കൊല്ലമായി നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ്. ഒടുവിലിതാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് വീണ്ടും ED അന്വേഷണം മുറുക്കുന്നു. അതിന്റെ ഭാഗമായി 5-6 അക്കൗണ്ടുകളിൽ 100 കോടി ട്രാൻസാക്ഷൻ നടന്നതായി കണ്ടെത്തുന്നു. അതിൽ നിന്നും CPIയുടെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അത് മറ്റൊരു ബാങ്കാണ് നിർമ്മിക്കണം. അത് സഹകരണ ബാങ്കല്ല, അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. ആ ബാങ്കിലുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പണം ഫ്രീസ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം മുൻപിൽ നിൽക്കെ. നമുക്കറിയാമല്ലോ സുജയ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് പോകുന്നത്. എല്ലാ പാർട്ടികൾക്കും പണം വേണം. ഒരു മണ്ഡലത്തിൽ മാത്രം 75 ലക്ഷം രൂപയാണ് ഒരു പാർട്ടിക്ക്, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മിനിമം ചെലവ് വരിക. അത് എല്ലാ ചെലവുകളും കൂടി നോക്കിയാൽ 1.25 കോടി രൂപ ചെലവ് വരും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ. അപ്പോൾ ഒരു ജില്ലയിലെ ഒരു കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് എടുത്തിരിക്കുന്ന പണം പോലും ഉപയോഗിക്കരുത് എന്ന് IT വകുപ്പ് പറയുമ്പോൾ നേരത്തെ ഇതേ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യില്ല എന്ന്. പക്ഷേ അത് CPM-ന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ബാധകമാകുന്നില്ല എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പൂട്ടാൻ വേണ്ടിയാണ്. ആ പൂട്ടിൽ യഥാർത്ഥത്തിൽ പൂട്ടപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ പ്രതീക്ഷ കൂടിയാണ് എന്നതാണ് എൻ്റെ ടേക്ക്.
നികേഷ് സാർ, ഇന്നലെ വൈകിട്ട് ഒരു സർപ്രൈസ് മൂവ് ആയിരുന്നു. അതായത് ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യൽ, മറുഭാഗത്ത് അക്കൗണ്ട് പരിശോധിക്കുന്നു, പണം കണ്ടെത്തുന്നു. വർഷങ്ങളോളം തലകുത്തി നിന്നിട്ടും സി പി എമ്മിൻ്റെ ഒരു ജില്ലാ നേതാവിനെ പോലും പ്രതിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടാക്കുക, പുകമറ സൃഷ്ടിക്കുക. രണ്ട് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഒന്ന്, സി പി എമ്മിൻ്റെ ഡി നിലവറ കണ്ടെത്തി എന്നതുപോലെ 5 അക്കൗണ്ടുകൾ കണ്ടെത്തി എന്ന് പറഞ്ഞു. ആ 5 അക്കൗണ്ടുകളിൽ എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അതിനകത്ത് എത്രയാ? 100 കോടിയാണോ, 50 കോടിയാണോ, 25 കോടിയാണോ, 10 കോടിയാണോ, 5 കോടിയാണോ, 50 ലക്ഷമാണോ, 25 ലക്ഷമാണോ, 5 ലക്ഷമാണോ? അല്ല, 100 രൂപ, 200 രൂപ, 300 രൂപയൊക്കെ ബാക്കിയായി കിടക്കുന്ന 5 അക്കൗണ്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പെട്ടെന്ന് ആ വിഷയത്തിൽ നിന്ന് വിട്ടു. അടുത്തത് ആദായ നികുതി വകുപ്പ് സി പി എമ്മിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ഫ്രീസ് ചെയ്തതെന്ന് സംബന്ധിച്ച ഒരു വിശദീകരണവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സി പി എം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ടുകൾ സുതാര്യമാണ്, ആദായ നികുതി റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്യുന്നുണ്ട്, കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ്, ആദായ നികുതി വകുപ്പ് കൃത്യമായി നിരീക്ഷിച്ച് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താ പ്രശ്നം? സി പി എം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് അക്കാര്യത്തിൽ? ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബില്ല് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ പോയ ഒരു പാർട്ടിയല്ല സി പി എം. അത് ഫ്ലോറിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോർപ്പറേറ്റ് സർക്കാർ നെക്സസ് ശക്തിപ്പെടുത്തുമെന്ന് അന്ന് ഫ്ലോറിലുണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മനസ്സിലാക്കുന്നു. അത് ഫ്ലോറിൽ തന്നെ പ്രസംഗിക്കുന്നു. ക്വിഡ് പ്രോക്കോ മോട്ടീവ് ഫോഴ്സ് ആകും. പിൽക്കാലത്ത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി കണ്ടെത്തിയത് എന്താണ്? ഇത് ക്വിഡ് പ്രോക്കോ മോട്ടീവ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ ആ വിഷയത്തെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ സീതാറാം യെച്ചൂരി വിശദീകരിക്കുകയും അത് പിന്നീട് സുപ്രീം കോടതി സാധൂകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പാർലമെൻറ്റിലെ ഫ്ലോറിൽ ഉന്നയിച്ചു എന്ന് മാത്രമല്ല, ബോണ്ടുകൾ സ്വീകരിക്കാതെ ഒരു മോറൽ ഗ്രൗണ്ട് സൃഷ്ടിക്കാൻ സി പി എമ്മിന് സാധിച്ചു. അപ്പോൾ പറയും സി പി എം ഒരു ചെറിയ പാർട്ടിയല്ലേ, സി പി എമ്മിന് എന്താണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ലാഭമെന്ന്? 650 മുതൽ 1000 കോടി രൂപയാണ് സി പി എമ്മിനേക്കാൾ ചെറിയ ഭരണകക്ഷി പാർട്ടികൾ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 600 വെറുതെ ഒന്ന് കൈകെട്ടി നിന്നിരുന്നുവെങ്കിൽ 1000 കോടി രൂപ സി പി എമ്മിൻ്റെ അക്കൗണ്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു ഏർപ്പാടിലൂടെ 1000 കോടി രൂപ വേണ്ട എന്ന് തീരുമാനിച്ച ആ പാർട്ടി ഈ പറയുന്ന 5.10 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ച് ബാങ്കിലിട്ടു എന്നാണ് പറയുന്നത്. അനധികൃതമായി സമ്പാദിക്കാൻ തയ്യാറല്ല സി പി എം എന്നതുകൊണ്ടാണ് സി പി എം ഇലക്ട്രൽ ബോണ്ടുകളെ എതിർത്തിട്ടുള്ളത്. സി പി എം ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ നിലയിൽ പ്രസംഗിക്കുകയും നമ്മൾ പിന്നീട് കളിയാക്കുകയും ചെയ്ത കാര്യമുണ്ട്. ഒരു പാലോറ മാതയുടെ കാര്യം. പാലോറ മാത AKGക്ക് ദേശാഭിമാനി ഉണ്ടാക്കുന്നതിന് വേണ്ടി പാലോറ മാത പശുക്കുട്ടിയെ നൽകി എന്നുള്ള ഒരു കഥയാണ്. ദേശാഭിമാനി ഇന്നും വളരെ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കുന്നത്. അതോടൊപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ടാറ്റയിൽ നിന്ന് 10 ലക്ഷം രൂപ ടാറ്റ എന്ന വലിയ കമ്പനി സി പി എമ്മിന് സംഭാവനയായി നൽകി. അത് ആ ചെക്ക് തിരിച്ചു കൊടുത്ത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, കോർപ്പറേറ്റ് സർക്കാർ നെക്സസ്, ക്വിഡ് പ്രോക്കോ, ഇതിനൊക്കെ എതിരായി എല്ലാ കാലഘട്ടത്തിലും നിലകൊണ്ടിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഫ്രീസിങ്ങോ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ കണ്ടെത്തി എന്ന് ഡി നിലവറ കണ്ടെത്തിയ പോലെ പറയുകയൊക്കെ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ സി പി എമ്മിനെ അറിയുന്നവർ അത് സ്വാധീനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രതിപക്ഷത്തെ പൂട്ടാനോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഒരു പൂട്ടലല്ല. ഇതിനേക്കാൾ ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാണ്, ഇന്നിപ്പോൾ ശേഖർ ഗുപ്ത അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു ന്യൂക്ലിയർ വിൻ്ററിനെ കുറിച്ച്. ഇതൊരു ന്യൂക്ലിയർ വിൻ്ററിൻ്റെ കാലഘട്ടമാണ്. എങ്ങും തണുപ്പായിരിക്കും, പുകപടലമായിരിക്കും, ഒന്നും കാണാനുണ്ടാവില്ല, കറുത്ത പുകപടലങ്ങൾ മാത്രമാണുള്ളത്. ആ കറുത്ത പുകപടലത്തിൽ ഒരു പാർട്ടി നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റിൽ യഥാർത്ഥത്തിൽ പുതിയ വെളിച്ചം കണ്ടെത്താൻ നമുക്ക് ചിലപ്പോൾ വൈകിയാൽ പോലും പുതിയ വെളിച്ചം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന എന്താ പറയുക, ചെറിയ ചെറിയ വിഷയങ്ങളെടുത്ത് നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും സി പി എമ്മിനെ ആശങ്കപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് തോന്നുന്നു സർ? നോക്കൂ, ഇതിപ്പോൾ എന്താ കേസ്? ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ, ആ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നത് 1998 അതായത് 26 വർഷം മുമ്പ്. 98 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ ഈ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് 6 കോടി 10 ലക്ഷം രൂപയാണ്. ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് ഏപ്രിൽ 2-ാം തീയതി 1 കോടി രൂപ സി പി എം വിഡ്രോ ചെയ്യുന്നു. അവിടെ നിന്നാണ് IT ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. സി പി എം പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ 6 കോടി 10 ലക്ഷം രൂപ 26 വർഷം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമേ അല്ല. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇതെങ്ങനെയാണ് ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള അക്കൗണ്ട് ആവുക? ഒന്ന്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ്, ഒരു ദേശസാൽകൃത ബാങ്കാണ്, സർക്കാർ മേഖലയിലുള്ള ബാങ്കാണ്. ആ ബാങ്ക് ഒരിക്കലും ഒരു പാർട്ടി അതിൻ്റെ പണം രഹസ്യമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ, അത് മാത്രവുമല്ല
ഇതൊരു പാർട്ടിയുടെ പേരിലുള്ള അക്കൗണ്ടാണ്, CPM-ൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ്. അത് കാലാകാലങ്ങളിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ജില്ലയിൽ വരുന്ന ആൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആകപ്പാടുള്ള കേസെന്ന് പറയുന്നത് ഈ പണം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒട്ടനവധി അക്കൗണ്ടുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും CPM എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ആസ്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ചില അക്കൗണ്ടുകൾ വിട്ടുപോകാം. അത് വ്യക്തിപരമായും സംഭവിക്കാം, സ്ഥാപനപരമായും സംഭവിക്കാം. ഇത് IT വകുപ്പിന് നന്നായി അറിയുന്നതുകൊണ്ടാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും അക്കൗണ്ടുകളോ ഡീറ്റെയിൽസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് അമെൻമെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുള്ളത്. അതായത് നിങ്ങൾക്ക് അങ്ങനെ വീഴ്ച വരാം, നിങ്ങളങ്ങനെ വീഴ്ച വരുത്താം. അത് നിങ്ങളെന്നല്ല, സ്ഥാപനങ്ങൾ വരുത്താം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുത്താം, വ്യവസായ സംരംഭങ്ങൾ വരുത്താം. അങ്ങനെയുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഒരു അമെൻമെൻറ്റിൻ്റെ പോസിബിലിറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇത് അമെൻഡ് ചെയ്ത് ഒരു പെനാൽറ്റി അടച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും തന്നെ സീരിയസ് ആയ ഒരു കേസല്ല. പക്ഷേ ഈ കേസ് ഇപ്പോൾ വരുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് അപകടകരമായ രാഷ്ട്രീയം. അത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയമാണ്. ആ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം, ഞാൻ ഈ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് അതൊരു വലിയ സ്കാമാണ്. ആ സ്കാമുമായി ബന്ധപ്പെട്ട് ആദ്യം കേസെടുത്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട പോലീസാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണ്. അതേപോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു കറുത്ത വറ്റാണ് എന്ന്. അവിടെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ആ സ്കാം വളരെ പ്രധാനമാണത് അന്വേഷിക്കുകയും അതിൻ്റെ കൾപ്രിറ്റ്സ് ആരാന്ന് വെച്ചാൽ അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. എന്നാൽ ആ സ്കാമിനേക്കാളും വലിയ അപകടകരമായൊരു കാര്യമാണ് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് ED-യെയും IT-യെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള BJP-യുടെ ശ്രമം. അത് ഈ സ്കാമിലെ നഷ്ടപ്പെട്ട തുകയേക്കാൾ വലിയ അപകടം കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ അപകടകരമായി കാണുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നിസ്സാരമായ കേസാണ്. ഇതൊരു ചെറിയ പെനാൽറ്റി അടച്ച് അവസാനിപ്പിക്കാവുന്നൊരു കേസാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്രീസിംഗ് ഒക്കെ മാറ്റേണ്ടി വരികയും ചെയ്യും. ഇത് ഒരു രഹസ്യ അക്കൗണ്ടുമല്ല, അതൊരു ദേശസാൽകൃത ബാങ്കിലെ അക്കൗണ്ടാണ്. അതൊരു പാർട്ടിയുടെ പേരിലുള്ള അക്കൗണ്ടാണ്. ഏതെങ്കിലും വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ രഹസ്യ സ്വഭാവം പിന്നെയും നമുക്ക് ആരോപിക്കാം. അതവിടെ ജില്ലാ സെക്രട്ടറി ഓപ്പറേറ്റ് ചെയ്യുന്നൊരു അക്കൗണ്ടാണ്. എന്ന് മാത്രമല്ല CPM-ൻ്റെ ഓഫീസ് ഇരിക്കുന്നതിന് 100 മീറ്റർ അപ്പുറത്തായതുകൊണ്ടാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് തന്നെ. ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ അങ്ങനെ അനവധി ശാഖകളുള്ള ഒരു വലിയ ബാങ്കിങ് സംവിധാനമൊന്നുമല്ല, തൊട്ടടുത്തായിരിക്കുന്നതുകൊണ്ട് അതിന് ട്രാൻസാക്ഷനൊക്കെ എളുപ്പമാകുന്നതുകൊണ്ട് അവിടെ ഒരു അക്കൗണ്ട് തുറന്ന് 98 മുതൽ ഈ പൈസ അവിടെ ഇട്ടിട്ടുണ്ട്. അത് ഇനിയിപ്പം നിങ്ങളത് മറച്ചു വെച്ചാൽ പോലും ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അവർ RBIയോട് റിപ്പോർട്ട് ചെയ്യണം എത്ര പൈസയുണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ടെന്നുള്ളത്. അതൊരു ഇൻ്റർനാഷണൽ കേസൊന്നുമല്ല, ചെറിയ ശിക്ഷ മാത്രം വരുന്നൊരു കേസാണ്. ഒരു ശിക്ഷയിൽ അതൊരു പെനാൽറ്റിയാണ് വരുന്നത്. ആ പൈസ അടച്ചാൽ ഈ പ്രശ്നം തീരും, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ബാധിക്കാം, ഒരു സെക്കൻഡ് അമെൻമെൻറ്റിന് പോകാം. ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് വളരെ അപകടകാരികളായിട്ടുള്ള ആളുകളാണ് ഈ CPM എന്നും. അതുകൊണ്ട് ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യണമെന്നുമുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ രീതികളിൽ ആ ശ്രമം നടത്തുന്നു. അത് അങ്ങേയറ്റം അപകടകരമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവിടെയുള്ള ആളുകൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴിയെടുക്കുമ്പോഴാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സർപ്രൈസ് മൂവ് എന്ന നിലയിൽ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തുന്നത്. സമാന്തരമായി തന്നെ ഇന്നലെ വൈകിട്ട് 6:30 കൂടി എത്തി ഒരു 3 മണിക്കൂറോളം സമയം അവിടെ ചെലവഴിക്കുന്നുണ്ട്. അത്രയും സമയം മൊഴിയെടുത്തു എന്നാണ് അറിയുന്നതും. അപ്പോൾ സമാന്തരമായി CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് റെയ്ഡ് നടക്കുന്നു. ബാങ്കിലെ ഉദ്യോഗസ്ഥർ പുറത്തു പോകരുതെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇതൊരു വാർത്തയായി മാറുന്നത്. ഇവിടെ പ്രതിപക്ഷത്തെ പൂട്ടാനാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്രതിപക്ഷത്തെ പൂട്ടാനല്ല. ഈ അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നത് അവിടെ കള്ളന്മാരെ, കള്ളത്തനം കാണിച്ചവരെ പൂട്ടാനാണ്. അതിപ്പോൾ CPIM ആണെങ്കിൽ CPIM അതിൽ പെടും, കള്ളത്തനം കാണിച്ചിട്ടില്ലെങ്കിൽ CPIM പെടില്ല. അപ്പോൾ അത് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിശാലാർത്ഥത്തിൽ അതിനെ അങ്ങനെ ഒരു ടെർമിനോളജിയിലേക്ക് അത് എത്തേണ്ട കാര്യമില്ല. പിന്നെ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത പാർട്ടി വിശുദ്ധ പശുവാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ, കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതാരായാലും. അക്കൗണ്ടിൽ നിന്ന് MM വർഗീസ് പൊടുന്നനെ തുക പിൻവലിക്കുകയാണ്. ഏപ്രിൽ 2-ാം തീയതി 1 കോടി രൂപ പിൻവലിക്കുന്നു. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിട്ടില്ല. ഒരുപാട് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് കാണിക്കാത്തതാണ് എന്ന വാദം ഇവിടെ നിലനിൽക്കില്ല. കാരണം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് എങ്ങനെയാണ് ടാക്സ് റിട്ടേണിൽ വരാതെ പോകുന്നത്? അതും കോടിക്കണക്കിന് നിക്ഷേപമുള്ള, നികേഷ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 രൂപയോ 200 രൂപയോ ഒന്നും അല്ലല്ലോ അവിടെ ഇട്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് കോടികളാണ്. അപ്പോൾ ആ കോടികളുള്ള ഒരു അക്കൗണ്ടിൽ അത് ആദായ നികുതി റിട്ടേണിൽ കാണിക്കാത്തത് ഒരു കുറ്റകൃത്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിൽ CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ PK ഷാജൻ
മുൻ MP PK ബിജു ഇവരെയൊക്കെ ചോദ്യം ചെയ്തു. ഈ തട്ടിപ്പിനെ കുറിച്ച് CPIM നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ്, ആ അന്വേഷണ റിപ്പോർട്ട് 31 പേജുള്ള ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമോ പകർപ്പോ ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന നറേറ്റീവ് എല്ലാം പാളും, പ്രതിരോധം അമ്പേ പാളും എന്നുള്ളതാണ്. അത് കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ച പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ രണ്ടുപേരും ഇഡിക്ക് മുന്നിൽ വന്ന് മണിക്കൂറുകളോളം കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണ്? ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റി, ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി. 2021 മെയ്യിൽ ചർച്ചയായ ആ റിപ്പോർട്ട് പൂർണ്ണമായും ആക്സസ് ചെയ്തതിന് ശേഷമാണ്, പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ കിട്ടിയതാകാം, ആക്സസ് ചെയ്തതിന് ശേഷമാണ് ഇഡിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഒരു വർഷമായി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ അരുൺകുമാർ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഒരു വർഷക്കാലമായി എന്ത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല, ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നീക്കങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയും. പിന്നെ അതീവ രഹസ്യമായി പാർട്ടി സൂക്ഷിച്ച റിപ്പോർട്ടാണ്, ഇഡിക്ക് ഒരിക്കലും കിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ടില്ല, നിഷേധിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഈ ആളുകളെയൊക്കെ വിട്ടത്. പക്ഷെ അവർക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം വെച്ചാണ് ചോദ്യം ചെയ്തതെങ്കിൽ അതിൽ പ്രതിരോധം പാളാൻ പോകുന്നു. പിന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട PR അരവിന്ദാക്ഷന്റെ ഒരു മൊഴി വെച്ചിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടന്നതെന്നാണ് കരുതുന്നത്. കാരണം കരുവന്നൂരിലെ പ്രധാന തട്ടിപ്പുകാരൻ P സതീഷ് കുമാറിൽ നിന്ന് PK ബിജു 5 ലക്ഷം കൈപ്പറ്റിയോ, ആ 5 ലക്ഷം കൈപ്പറ്റി എന്നുള്ള അരവിന്ദാക്ഷന്റെ മൊഴി എന്ന് ഇഡി കോട്ട് ചെയ്യുന്നത് ശരിയാണോ? അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 98 തുടങ്ങിയ അക്കൗണ്ട് ഇതുവരെ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടേ ഇല്ലേ? ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതൊരു ഹിഡൻ പീസായി മാറ്റിവെച്ചത്? അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിലൂടെ എന്തൊക്കെ ട്രാൻസാക്ഷനാണ് നടത്തിയിരുന്നത്? നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ, ഇവരൊക്കെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ട തുക 95 ലക്ഷം വരെ ഒരു സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ തുക അത് മാത്രമാണോ ഇതിൽ നിന്ന് എടുത്ത് ചെലവാക്കുന്നത്? അല്ലെങ്കിൽ ഈ 5 കോടി മാത്രമാണോ ഇതിൽ വന്നിരുന്നത്? 5 കോടി 10 ലക്ഷം, അതിൽ 1 കോടി ഫിക്സഡ് ഡെപ്പോസിറ്റ്, 1 കോടി അരവിന്ദാക്ഷൻ 1 കോടി പിൻവലിക്കുന്നു. ആ പിൻവലിച്ച തുക ചെലവാക്കരുതെന്ന് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം വരികയാണ്. അപ്പോൾ നേരത്തെ എത്ര തുക ഇതിൽ വന്നു പോയിട്ടുണ്ട്, അത് എന്തിനൊക്കെ ചെലവാക്കി, അതിനൊക്കെ രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ വെറുതെ ഒരു ഫൈൻ അടച്ച് ഒഴിവാകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഒട്ടനവധി അക്കൗണ്ടുകൾ ഉള്ളപ്പോൾ ഒന്ന് വിട്ടുപോയതാണെന്ന വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഇത് പ്രതിപക്ഷത്തെ പൂട്ടാനൊന്നുമല്ല. കരുവന്നൂരിൽ ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ കുറ്റക്കാരെ കണ്ടെത്താൻ, കള്ളന്മാരെ പിടിക്കാനുള്ള നീക്കമാണ്. അതിന് പ്രതിപക്ഷം എന്നൊരു വിശാലാർത്ഥമൊന്നും കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരൊറ്റ മിനിറ്റ് മതി എനിക്ക്. നോക്കൂ, നമ്മളിപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പിലെ പ്രതികളെ പിടിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയം ഉണ്ടാവുന്ന കാര്യമില്ല. ഞാനത് ഹൃദയത്തിൽ നിന്നെടുത്ത് പറഞ്ഞാണ്. ഞാൻ ആദ്യഘട്ട ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇവരെയൊന്നും പിടിച്ച് ജയിലിൽ അടച്ചാൽ പോരാ, തുറുങ്കിലേറ്റണം എന്ന്. കാരണം സഹകരണ പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരുത്തൻ ഒറ്റുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് എത്ര പേരുടെ വിയർപ്പും ചോരയാണെന്നറിയാമോ? എത്രയോ പ്രഗത്ഭരായ മനുഷ്യരുടെ വിയർപ്പും ചോരയാണെന്നറിയാം. അതിനെ ഏതെങ്കിലും ഒരുത്തൻ ഒറ്റുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ തുറുങ്കിലേറ്റുകയല്ല, അവനെ കഴിവിലേറ്റുക തന്നെ വേണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണിത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടായിരുന്നോ? നോക്കൂ, ഈ അടുത്ത കാലത്ത് പൊട്ടിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? ICCSL. നോക്കൂ, ആദായ നികുതി വകുപ്പ് തന്നെയാണ് ICCSLൻ്റെ 1150 കോടി രൂപ ഇവിടെ നിന്ന് പിരിച്ചതായതും അത് പെർമിസിബിൾ ലിമിറ്റിന് പുറത്താണ് എന്നും ബിനാമി ഡെപ്പോസിറ്റുകളാണ് എന്നും കണ്ടെത്തിയിട്ടുള്ളത്. 1680 കോടി രൂപയാണ് ICCSLൻ്റെ സൊസൈറ്റി വ്യാപകമായി വായ്പ നൽകിയിട്ടുള്ളത്. അത് പലതും കോർപ്പറേറ്റ് ലോണുകളാണ്. ആ കോർപ്പറേറ്റ് ലോണുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് യതിൻ ഗുപ്ത എന്നയാളുടെ കമ്പനിയിലേക്കാണ്. സോജൻ അവറാച്ചൻ്റെയും അജിത് വിനായകൻ്റെയും പേരുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവരിൽ നിന്ന്, അതായത് 1680 കോടിയിൽ നിന്ന് ഒരു പൈസ പോലും പലിശയായി പോലും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊൽക്കത്തയിലെ 20 ഷെൽ കമ്പനികൾ വഴിയാണ് പണം മുഴുവൻ സൈഫൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ ആദായ നികുതി വകുപ്പ് അങ്ങനെ യതിൻ ഗുപ്ത എന്ന ഗുജറാത്തി പ്രൊമോട്ട് ചെയ്യുന്ന വാർഡ് വിസാഡ് എന്ന കമ്പനി മുഖാന്തരം പണം പോയിരിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ കരുവന്നൂരിൽ തൊടണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ICCS അടക്കമുള്ള ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വന്ന കമ്പനികളെ കാണാതെ, ഇപ്പോൾ നേരത്തെ സുജിയ പറഞ്ഞു 5 ലക്ഷം രൂപ PK ബിജുവിന് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നല്ല, അന്വേഷിക്കുന്നതിന് ഈ പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇവിടെ വന്ന് പിടുങ്ങുന്ന പണത്തിൻ്റെ ഒരു ചെറിയ തുമ്പ് പോലും ആകുന്നില്ല കരുവന്നൂർ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത? നരേന്ദ്രമോദി വരാൻ പോവാണെന്ന്. നരേന്ദ്രമോദി ഇപ്പോൾ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ കാണുന്നത് എന്താണെന്നറിയാമോ? നരേന്ദ്രമോദി കരുവന്നൂരിൽ വരുന്നു എന്നാണ്. പ്രധാനമന്ത്രി നേരത്തെ NDA സ്ഥാനാർത്ഥിയായിട്ട് നടത്തിയിട്ടുള്ള ടെലിഫോൺ സംഭാഷണം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വലിയ എന്തോ നടപടി ഉണ്ടാകുമെന്ന്. വരട്ടെ, ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. കാരണം 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, കരുവന്നൂരും ICCL-ഉം. തിരിയട്ടെ. ഡോക്ടർ അരുൺ, 1 മിനിറ്റിൽ ചുരുക്കണേ.
ഒറ്റ വാചകത്തിൽ ഞാനത് ചുരുക്കാം. നിലവിലുള്ള ഈ CPM-ന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തതും കരുവന്നൂരും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. കാരണം ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. മാത്രമല്ല ഇത് വളരെ സാധാരണ ഒരു കോമൺ സെൻസ് ആണല്ലോ. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിൻ്റെ പണം ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊണ്ടിട്ട് ദേശസാൽകൃത ബാങ്കിൽ കൊണ്ടിടാൻ മാത്രം മണ്ടന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ആലോചിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഏത് യുക്തിയുടെ പുറത്താണ് അത് സംസാരിക്കുക? ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. പക്ഷേ ഇതിനെ വളരെ ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കത്തക്ക രീതിയിൽ രണ്ടിനെയും തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പൊരു വിഷയമാണ്. ഇപ്പോൾ ഈ അക്കൗണ്ട് KYC പാലിച്ചിട്ടില്ല എന്നതാണെങ്കിൽ അതൊരു ദേശസാൽകൃത ബാങ്കാണ്. അവിടെ KYC പാലിക്കാതെ പോകാൻ കഴിയില്ല. അതിലേതെങ്കിലും അക്കൗണ്ടുകൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് ദേശസാൽകൃത ബാങ്കാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്കിൻ്റെ പേരിൽ നടപടി വരും. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ എല്ലാവർക്കും ഒരു പൊതു നിയമം എന്നത് ലംഘിക്കപ്പെടുന്നു എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട പക്ഷം. ഏതെങ്കിലും ഒരു പാർട്ടി ആദായ നികുതി വകുപ്പിൻ്റെ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി പിഴയടയ്ക്കുക തന്നെ വേണം. അതൊരു പൊതു സ്വത്താണ് രാജ്യത്തിൻ്റെത്. പക്ഷേ വിഷയം 42 കോടി പണം കൊടുത്തത് ആരാണെന്ന് ഇനിയും വ്യക്തമാകാതെ BJPക്ക് ഒരു നോട്ടീസ് പോലും കിട്ടാതിരിക്കുകയും 14 ലക്ഷത്തിൻ്റെ മാത്രം ഡോണറിൻ്റെ കാര്യത്തിൽ സംശയമുള്ള കോൺഗ്രസിന് 3757 കോടി രൂപ പിഴയടയ്ക്കേണ്ടി വരികയും ഇതിലൊന്നും തന്നെ ഉൾപ്പെടാത്ത CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വെറും 6 കോടിയുടെ പേരിലുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിൽ കരുവന്നൂരും ഇതും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആണ് 1 കോടി രൂപ പിൻവലിച്ചത്. അത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷമാണ്. ഇത് തമ്മിലുള്ള കോറിലേഷൻ ഉണ്ടോ എന്ന് പറയേണ്ടത് അതിൽ ED-യിൽ നിന്നും ആദായ നികുതി പ്രചരണ കാലത്ത് ജില്ലാ സെക്രട്ടറി തന്നെയാണ്. ജില്ലാ സെക്രട്ടറി കേരളത്തിലെ വിഷയത്തിലേ ഉള്ളൂ. ഒരു ദേശസാൽകൃത അരുൺ, അതായത് ദേശസാൽകൃത ബാങ്കിൽ നമ്മളായാലും ഒരു കമ്പനി ആയാലും ഒരു പാർട്ടി ആയാലും പോയി അക്കൗണ്ട് തുടങ്ങുമ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ KYC കൊടുക്കണം. KYC എന്ന് പറയുമ്പോൾ എന്താ? ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള KYC നമ്മുടെ പാൻ നമ്പർ കൊടുക്കണം എന്നുള്ളതാണ്. ഈ അക്കൗണ്ട് CPM-ൻ്റേതാണെന്ന് ആദായ നികുതി വകുപ്പ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ CPM-ൻ്റേതാണ് എന്ന് CPM-ൻ്റെ പാൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒളിച്ചു വെക്കുന്നു റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല സാർ. ഒളിച്ചു വെച്ചത് പാർട്ടിയാണ്. ആദായ നികുതി ആര് പറഞ്ഞു റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല? ആദായ നികുതി വകുപ്പ് പറഞ്ഞു. CPM വളരെ ഖണ്ഡിതമായി പറഞ്ഞില്ല. ഞങ്ങള് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ട് അതെങ്ങനെയാണ് CPM-ന്റെ അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അനുമാനിച്ചെടുക്കുകയാണോ വേണ്ടത്? CPM ഖണ്ഡിതമായി പറയാണ് ഞങ്ങള് ഇലക്ഷൻ കമ്മീഷൻ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിനെ കുറിച്ച്, എൻ്റെ പാൻ നമ്പർ വെച്ചിട്ടുള്ള അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ ഇനി ആദായ നികുതി വകുപ്പിന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആദായ നികുതി വകുപ്പിന് അത് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് പാൻ നമ്പർ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്? എന്തിനാണ്? പാൻ നമ്പറിലൂടെ നമ്മുടെ അക്കൗണ്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്താനും നമ്മുടെ ആകെ വരുമാനം എന്താണ് എന്ന് വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് ഒളിച്ചു വെക്കാൻ പറ്റുക? ഒന്ന് പറഞ്ഞു തന്നാൽ മനസ്സിലാക്കായിരുന്നു. അടുത്ത തവണ നമുക്ക് അങ്ങനെ ചെയ്യാം. വലിയ കള്ളപ്പണം വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ED-ക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയാണ് IT എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഒരു മൊഴിയുടെ ആവശ്യമില്ല. IT-യുടെ സോഫ്റ്റ്വെയർ പ്രകാരം എല്ലാ ദേശസാൽകൃത ബാങ്കുകളുടെയും മൊഴി എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6-9 മൊഴി എടുത്തിട്ടുണ്ട്. നോക്കൂ, ED-യുടെ മൊഴി ആവശ്യമില്ല അതിന്. അല്ല, ആദായ നികുതി വകുപ്പ് MM വർഗീസിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. ED ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായി ഈ ആക്ടും നടന്നിട്ടുണ്ട്. അതാണ് അത് തമ്മിലുള്ള കോറിലേഷൻ ആൻഡ് കണക്ഷൻ. അല്ല, ഇതിനകത്തുള്ള ഒറ്റ കാര്യം വെച്ചാൽ ഇപ്പം ഒരു ബന്ധവുമില്ല രണ്ടും തമ്മിൽ. അതാണ് ഈ കേസ് എന്ന് പറയുന്നത് ED-യുമായി യാതൊരു ബന്ധമില്ല. ഇതൊരു IT കേസാണ്. വളരെ സിമ്പിളായിട്ടുള്ള കേസാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. നോക്കൂ, ഒന്നാമത് എവിടെയെങ്കിലും നടത്തിയ ഒരു അഴിമതി പണം ഒരു ദേശസാൽകൃത ബാങ്കിൽ കൊണ്ടുപോയി ഒരു വ്യക്തി ഇടില്ല. ആരും ഇടില്ലെന്ന് രഹസ്യമായി ബാങ്കിൽ സൂക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പണം. ഈ പറയുന്ന 98-ൽ ആരംഭിച്ച ഈ അക്കൗണ്ട് 2024 എത്തുമ്പോൾ 6 കോടി 10 ലക്ഷം ആണെങ്കിൽ CPM-ന് അത്തരത്തിലുള്ള പണം കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ദേശസാൽകൃത ബാങ്കിൽ കൃത്യമായി KYC ഉള്ള ഒരു മിനിറ്റ് അരുണേ KYC കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഈ പൈസ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ആ ഉറപ്പുള്ളപ്പോൾ തന്നെയാണ് അതവിടെ കൊണ്ടുപോയി ഇടുക. അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വേറെ പണം പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് വേണമെങ്കിൽ CPM-ന് ഉപയോഗിക്കാവുന്നതാണ്. ഈ 6 കോടി 10 ലക്ഷത്തിൻ്റെ കേസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് കരുവന്നൂരുമായി ഇതിനൊരു കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കരുവന്നൂർ വിഷയത്തിലൊരു ആശയക്കുഴപ്പം നിൽക്കുന്നൊരു മണ്ഡലത്തിൽ
ദാ ഇവിടെ ഒരു അപകടകരമായ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നു, ഇവർ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു ആശയക്കുഴപ്പം കൂടുതലായി സൃഷ്ടിക്കുന്നു. അതായത് കരുവന്നൂരിൻ്റെ മേളിൽ പുതിയൊരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ ഇതൊരു വളരെ നിസ്സാരമായ IT കേസാണ്. ഇതൊരു സെക്കൻഡ് അമെൻമെൻറ്റിലൂടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അമെൻമെൻറ്റിലൂടെ ഇത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പരമാവധി ഒരു പെനാൽറ്റി കിട്ടാവുന്ന ശിക്ഷ മാത്രമാണ് അതിന് പെർസെൻറ്റേജ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെയും തൂക്കിക്കൊല്ലാനോ തുറുങ്കിലടയ്ക്കാനോ കഴിയുന്നൊരു കേസല്ല. അതുകൊണ്ട് ഇത് വളരെ അല്ല, ആ തെറ്റ് സാങ്കേതികമായി ഇപ്പം ഞാൻ പറയട്ടെ, പിന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിനകത്ത് 1992 മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള കണക്കെടുത്ത് വെച്ചിട്ടാണ് IT പറഞ്ഞിരിക്കുന്നത് പല വർഷങ്ങളിൽ റിട്ടേൺസ് കൊടുത്തിട്ടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി കണക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ പെനാൽറ്റി അടയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ആ കേസ് അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് അവർ വാദിച്ച് അതിന് അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്, ട്രൈബ്യൂണലുണ്ട്, അവിടെയൊക്കെ പോയിട്ട് വാദിച്ച് ജയിക്കട്ടെ. ഇത്തരത്തിലുള്ള വീഴ്ചകൾ വ്യക്തികൾ വരുത്തുന്നുണ്ട്, സ്ഥാപനങ്ങൾ വരുത്തുന്നുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുത്തുന്നുണ്ട്, വിവിധ സംഘടനകൾ വരുത്തുന്നുണ്ട്. ഇതിനൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വളരെ ചെറിയ പെനാൽറ്റി മാത്രമേ ഉള്ളൂ, ഒരു വലിയ സംഭവമല്ല. ഞാൻ പറയുന്ന രാഷ്ട്രീയമാണെന്നേ. കരുവന്നൂരിലെ ആശയക്കുഴപ്പം നിൽക്കുമ്പോൾ അതിനപ്പുറത്ത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് വലിയൊരു എന്താ പറയുക ഒരു അധോലോകം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയ്ക്കുള്ളൊരു ഒരു നിർമ്മാണം നടത്തുക, ഒരു ആശയ നിർമ്മാണം നടത്തുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ VS സുനിൽകുമാർ ബഹുദൂരം മുന്നിലാണ് തൃശ്ശൂർ, അത് തടസ്സപ്പെടുത്താനുള്ള നീക്കം. അങ്ങനെ ഞാൻ എന്തായാലും കരുതുന്നില്ല. നമ്മുടെ ചോദ്യം പ്രതിപക്ഷത്തെ പൂട്ടാനോ അതാണ് എന്നുള്ളതാണ്. പറഞ്ഞത് ഞാൻ. LDFനെ പൂട്ടാനുള്ള നീക്കമാണ്. അതൊന്നും ഒരു നീക്കമായി തന്നെ കാണാൻ പോലും കഴിയില്ല. കാരണം അതിനെയൊക്കെ മറികടക്കാൻ കഴിയും സുനിൽകുമാറിന്. ശരി, നമുക്ക് അതെ, കാത്തിരുന്ന് കൃഷ്ണകുമാർ കാണാം. മാത്രമല്ല 15-ാം തീയതി പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പുള്ള ഒരു കളമൊരുക്കൽ മാത്രമാണിത്. ശരി, കളമൊരുങ്ങട്ടെ, കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. പ്രതിപക്ഷത്തെ പൂട്ടാനോ എന്ന ചോദ്യത്തിന് ഇവർ 3 പേരും യെസ് എന്നാണ്. ഇത് പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള നീക്കമൊന്നുമല്ല, കൃത്യമായി അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് കണ്ടെത്താനുള്ള നീക്കം എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.